ഹലോ, എൻ്റെ പേര് ടോണി. കഴിഞ്ഞ വീഡിയോയിൽ കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഈ റൈഡിൽ ഉപയോഗിച്ച ഒരു ഗ്രൂമിംഗ് കിറ്റിനെ കുറിച്ചാണ്. ഇതായിരുന്നു ഞാൻ ഈ യാത്രയിൽ ഉപയോഗിച്ചിരുന്ന ഗ്രൂമിംഗ് കിറ്റ്. ഇതിൽ പകുതി സാധനങ്ങൾ ഓൺലൈൻ വാങ്ങിയതാണ്, ബാക്കി ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത് ഫേസ് വാഷ് ഗാർണിയറിൻ്റെ ഫേസ് വാഷായിരുന്നു. ഇതൊരു 100 ഗ്രാം ഫേസ് വാഷാണ്. പിന്നെ ഇതിൻ്റെ MRP 180 രൂപയായിരുന്നു. ഞാനിത് ഓൺലൈൻ എടുത്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു 150 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് കിട്ടിയത്. ഒരു നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 2 പ്രാവശ്യം വെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഫേസ് വാഷ് നമുക്ക് ഏകദേശം ഒരു 2 മാസം അതിൽ കൂടുതൽ ഉപയോഗിക്കാനായിട്ടുണ്ടാവും. പിന്നെ ഷേവർ, ഇത് 2-3 ഞാൻ കയ്യിലെടുത്തിരുന്നു. ഇത് ഏകദേശം ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ ഒരു കവർ കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞായിരുന്നു. ഒരെണ്ണത്തിന് ഏകദേശം ഒരു 15 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചായിരുന്നു എനിക്ക് തോന്നുന്നു. 15-20 ആ ഒരു പ്രൈസ് റേഞ്ചായിരുന്നു. ഇത് അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സൂപ്പർ മാക്സ് എന്ന കമ്പനിയുടെ പേര്. പിന്നെ ഹെയർ ഓയിൽ ഇവിടെ ലോക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതൊരു 50 ml ഒരു ഹെയർ ഓയിലാണ്. 17 രൂപയായിരുന്നു ഇതിൻ്റെ. ഇതൊരു ജാസ്മിൻ്റെ സ്മെല്ലുള്ള ഹെയർ ഓയിലാണ്. ഇത് സൺസ്ക്രീൻ, ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇതിൻ്റെ MRP 300-400 ആ ഒരു പ്രൈസ് റേഞ്ചായിരുന്നു. കുറച്ചൊരു 50-60 രൂപ കൂടി കുറച്ച് കിട്ടിയായിരുന്നു ഓൺലൈൻ വാങ്ങിയപ്പോൾ. ഇത് ബ്രാൻഡ് VLCC എന്നുള്ള ബ്രാൻഡായിരുന്നു. 100 ഗ്രാമാണത്. ഇത് സ്കിന്നും മോയ്സ്ചറൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒലിവ് ഓയിൽ, ക്യാരറ്റ് എക്സ്ട്രാക്റ്റൊക്കെ വെച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു 4-5 ദിവസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു യൂസ്ലെസ് പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ആരെങ്കിലും ഉപയോഗിച്ച് നല്ല റിവ്യൂ ഉള്ള ബ്രാൻഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഇതൊരു സാമ്പിൾ സോപ്പാണ്. 5 രൂപ 6 രൂപ ഒരു പ്രൈസ് റേഞ്ചുള്ള 30 ഗ്രാം ഉള്ളൊരു സോപ്പാണ്. അപ്പോൾ ആ സോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു സാമ്പിൾ വാങ്ങുന്നതിനേക്കുള്ളൂ നല്ലത്. അത് കഴിഞ്ഞായിരിക്കും വാങ്ങുന്നതിനേക്കുള്ളൂ ബെറ്റർ. പിന്നെ ഇതൊരു കോമ്പാണ്. ഇത് ഞാൻ വാങ്ങിയത് ഒരു 15 രൂപ ആ റേഞ്ചിലാണ് വാങ്ങിയത്. ഒരു സിസേഴ്സ്, ഓൾറെഡി ഞാൻ ഉപയോഗിച്ചിരുന്ന സിസേഴ്സാണ്. ഇതൊരു സ്ക്രബ്ബറാണ്, കുറച്ച് മോശം കണ്ടീഷനാണ്. ഞാനിവിടെ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം എടുത്തുകൊണ്ട് പോയത്. ഒരു 10 രൂപ അത്ര റേഞ്ച് ഉണ്ടാവും. ഇതൊരു ഡിയോഡറൻ്റാണ്, നിവിയുടെ. ഇതിൻ്റെ MRP 190 ആണ്. ഒരു 150 റേഞ്ചിൽ ഞാൻ ഓൺലൈൻ വാങ്ങിയത്. പിന്നുള്ളത് ഇതൊരു മോയ്സ്ചറൈസറാണ്. ഒരു ഹോട്ടലിൽ ബാംഗ്ലൂർ താമസിച്ചപ്പോൾ ഹോട്ടലിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഇതൊരു സർഫെക്സലിൻ്റെ സാമ്പിൾ സോപ്പ് പൊടിയാണ്. ഇതൊരു 2 രൂപ സാമ്പിൾ. ഇത് നമ്മളുടെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നെ ഒരു സാധാരണ ഒരു ടവൽ, ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ കിറ്റിലുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ പൗച്ചാണ്. പൗച്ച് ഞാനൊരു 380-300 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൺലൈൻ വാങ്ങിയതാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാക്സിമം നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ കൊണ്ടുപോകാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ
യാത്രയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിയിട്ട് ആ ബ്രാൻഡ് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആ സാധനം കൊണ്ടുപോകുന്നതിലേക്കുള്ള ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഇതുപോലെ ഈ ഡിയോഡ്രൻറ്റ്, ഫേസ് വാഷ്, സൺസ്ക്രീൻ ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഓൺലൈൻ വാങ്ങുന്നതിലേക്കുള്ള നല്ലത്. അത് കുറച്ച് പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് കൂടാതെ കയ്യിലൊരു ലിപ് ബാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലിപ് ബാം ഉണ്ടെങ്കിൽ നമുക്ക് തണുപ്പുള്ള സമയത്ത് നമ്മളുടെ ലിപ്പ് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ വിണ്ടു പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ലിപ് ബാം അപ്ലൈ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിപ്പോൾ നോക്കിയിട്ട് കിറ്റിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത്. പിന്നെ ആദ്യം ഞാൻ മറന്നുപോയ 2 സാധനങ്ങൾ, മെയിനായിട്ട് 2 സാധനങ്ങളാണ് ഇത് രണ്ടും. ഒന്നൊരു ബ്രഷ്, പിന്നെ ഇത് പേസ്റ്റ്. ബ്രഷ് ഇതൊരു 25 രൂപ ഉള്ളൊരു കോൾഗേറ്റിൻ്റെ ഒരു ബ്രഷാണ്. പേസ്റ്റും ഒരു 21 ഗ്രാമിൻ്റെ ഒരു സാമ്പിൾ പേസ്റ്റാണ്. ഇത് കോൾഗേറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. മാക്സിമം നമ്മൾ ഇതുപോലത്തെ പൗച്ചിൽ ഈ സാധനങ്ങൾ ക്യാരി ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ. എന്തായാലും നമുക്ക് പേസ്റ്റ്, ബ്രഷ്, ഇതുപോലെ ടവല്, മോയ്സ്ചറൈസർ, സ്ക്രബ്ബർ, ഈ സാധനങ്ങളെല്ലാം, സോപ്പ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പൗച്ച് ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒറ്റൊരു പൗച്ച് മാത്രമായിട്ട് പോയാൽ മതി. അപ്പോൾ അത് ഭയങ്കര ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഓരോ സാധനം ഇപ്പോൾ നമ്മൾ വേറൊരു ബാഗിൽ നമ്മൾ ഇടുവാണെങ്കിൽ, പാനിയർ ബാഗിൽ ഇടുവാണെങ്കിൽ നമ്മളെല്ലാം എവിടെയാണ് എന്താണെന്ന് അന്വേഷിച്ച് വെക്കേണ്ടി വരും. ഇതാണ് നമുക്ക് എന്തായാലും ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗ്രൂമിങ് പൗച്ച് എടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം അതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിലേക്കുള്ള ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കത് സമയം ഒരുപാട് ലാഭമായിരിക്കുള്ളൂ ഇങ്ങനെ ഒരു പൗച്ച് വെച്ച് ഉപയോഗിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം അതിൽ വെക്കുവാണെങ്കിൽ. അപ്പോൾ ഇതുപോലൊരു ഓർഗനൈസറിൽ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വെക്കണമെങ്കിൽ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭം ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടൂറിങ് സൈക്കിൾ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ്. 3 പാർട്ട് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 പാർട്ടും കൂടി വരാനുണ്ട്. അപ്പോൾ ആ ഒരു ടൂറിങ് സൈക്കിൾ സെലക്ട് ചെയ്യാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക, വരാനുള്ള വീഡിയോസും കാണുക. പിന്നെ എന്തെങ്കിലും സൈക്ലിംഗ്, ടൂറിങ് ബേസ് ആയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.